അമ്മ വഴിയെ 8-ാം ദിവസം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മുന്നേറാം. നിയോഗം: സകല ആത്മാക്കളുടെയും രക്ഷയ്ക്കായി പരിശുദ്ധ അമ്മയുടെ സജീവ മാധ്യസ്ഥം തേടാം. ഏറ്റുപറയേണ്ട വചനം യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. നമ്മുടെ ത്യാഗപ്രവൃത്തി പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് 8 പേരോട് സംസാരിക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏവർക്കും ഏറ്റവും ഹൃദ്യമായി നേരുകയാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ പ്രോഗ്രാം കണ്ടതിലൂടെ, ഇതിൽ സഹകരിച്ചതിലൂടെ, സമർപ്പണ ബുദ്ധിയ, ത്യാഗബുദ്ധിയ ഇതിൽ പങ്കുചേർന്നതിലൂടെ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിറന്നാളിൻ്റെ എല്ലാ നൽവരങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളുടെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ഈ 8 ദിവസവും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചതും ഒരുങ്ങിയതും താല്പര്യത്തോടെ കേട്ടതും നമ്മുടെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന ഈ ദൈവീക രഹസ്യങ്ങളിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധ അമ്മയുടെ ഇഷ്ടവും പ്രീതിയും പിടിച്ചുപറ്റിക്കൊണ്ടാണ്. അതിനാൽ നമ്മൾ ഈ ദിവസം അമ്മയുടെ നൽവരങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകമായി അമ്മയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. എന്തുകൊണ്ടാണ് സ്വർഗം അമ്മയെ നമുക്ക് തന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ നമുക്കെല്ലാം ഉണ്ടാകും. ആത്യന്തികമായിട്ട് നമ്മുടെ അദൃശ്യ ലോകത്തിൻ്റെ ശക്തികളെ നിർവീര്യമാക്കുന്ന ശക്തിയാണ് പരിശുദ്ധ അമ്മ എന്നൊരു പാഠം കൂടി നമ്മൾ ഹൃദയത്തിലേക്ക് ഉൾച്ചേർത്ത് വയ്ക്കണം. കാരണം പലർക്കും ഈ അദൃശ്യ ലോകത്തെക്കുറിച്ച് അറിയാമെങ്കിലും അതിൻ്റെ മർമ്മങ്ങളും രഹസ്യങ്ങളും എങ്ങനെയാണ് നമ്മളെ വേട്ടയാടുന്നത് എന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പിശാചുണ്ട് എന്നും തിന്മയുടെ ശക്തികളുണ്ട് എന്നും അത് നമ്മുടെ മേൽ വ്യാപരിക്കാൻ സാധ്യതയുണ്ട് എന്നും അറിയാം. പക്ഷേ എങ്ങനെ, എപ്പോൾ, എവിടെ എന്ന് നമുക്ക് അറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ അദൃശ്യ ലോകത്തിൽ സഹായിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ ഇന്നൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ നിയോഗം ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. പിശാചിൻ്റെ പിടിയിൽ നിന്ന്, നരകത്തിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന്, തിന്മയുടെ നാരകീയ ഉപദ്രവങ്ങളിൽ നിന്ന് ആത്മാക്കൾ രക്ഷപ്പെടണം. സ്വർഗത്തിൻ്റെ സൈന്യം മുഴുവനും പരിശുദ്ധ അമ്മയോടൊപ്പം അണിനിരന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അമ്മയുടെ സൈന്യത്തിൽ അണിചേരാനും അമ്മയോടൊപ്പമായിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ കൃപ നമുക്ക് ലഭ്യമാകും. നമ്മളിന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്, പരിശുദ്ധ അമ്മ എപ്പോഴൊക്കെ പ്രത്യക്ഷീകരണങ്ങൾ നടത്തുന്നുണ്ടോ അതിനെ ഒന്ന് വിശകലനം ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അതിൻ്റെ പിന്നിൽ തിന്മ ആ ദേശത്ത് പ്രബലമാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തിന്മ എവിടെയൊക്കെ പ്രബലമാകുമോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ചാടിയിറങ്ങും. കാരണം തൻ്റെ മക്കളെ പിശാച് കൊണ്ടുപോകരുതെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. ലൂർദിലെ സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂർദിൽ അമ്മ അമലോത്ഭവിയായി പ്രത്യക്ഷപ്പെടാൻ കാര്യം യൂറോപ്പിൻ്റെ മുഴുവൻ ചിന്താഗതികളെ മാറ്റിമറിച്ച ഇസങ്ങൾ, അത് മെറ്റീരിയലിസം, ഭൗതികവാദം, അത് എവല്യൂഷനിസം, പരിണാമ സിദ്ധാന്തം, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും വികസനങ്ങളും മാത്രമേ ഉള്ളൂ സത്യം, ഈ ഭൂമിയിലാണ് പ്രതീസ, ഇങ്ങനെ ജീവിച്ച് സഭയുടെ ശുശ്രൂഷകളെ, കൗദാശിക ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെയൊക്കെ വെല്ലുവിളിച്ച് വലിയൊരു തലമുറ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ, ധാരാളം വിപ്ലവങ്ങളിലൂടെയൊക്കെ ഫ്രാൻസിലും പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ നിരീശ്വരവാദം തലപൊക്കാൻ തുടങ്ങി. നമുക്കറിയാം, മനുഷ്യൻ്റെ ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ സത്യം. അങ്ങനെ വിശ്വസിക്കുകയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ തലപൊക്കി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് ലൂർദിൽ. അവൾ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. ഈ ജഡത്തിൻ്റെ ആസക്തികളും
ഈ ജഡത്തിൻ്റെ മേഖലകളിലെ വീഴ്ചകളും നിങ്ങളെ നിത്യതയിൽ എത്തിക്കില്ല എന്ന് ആവർത്തിച്ചുരുവിട്ടുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. വിശുദ്ധ ജീവിതത്തിന് വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കറിയാം ഗാഡുലുപ്പെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പിന്നിലെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടത്, നമ്മൾക്കറിയാവുന്നതാണ്. ആ നാട്ടിലെ കാട്ടുജാതിക്കാർ ഒരു മിത്രാരാധനയുമായി ബന്ധപ്പെട്ട്, സൂര്യാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിശ്വസിച്ചു, സൂര്യൻ ഒരിക്കൽ ഇറങ്ങി വന്ന് ഞങ്ങളെല്ലാം കത്തിച്ചു കളയും. അതുകൊണ്ട് ഞങ്ങളൊരു യുവതിയുടെ ചോര എല്ലാ മാസവും കൊടുത്തുകൊണ്ടേയിരിക്കണം, അപ്പോൾ സൂര്യൻ അകന്നു നിൽക്കും. ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ആ നാട്ടിലുള്ള ഗവൺമെൻറ്റിന്, പട്ടാളത്തിന് ഒന്നും ആ ജാതിയെ രക്ഷപ്പെടുത്താനായില്ല. അവിടെയാണ് ആ മലയിൽ പരിശുദ്ധ 1500കളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കർഷകനായ വാൻഡിയോഗോ എന്ന് പറയുന്നൊരു മനുഷ്യൻ. അവനോട് അമ്മ പറഞ്ഞു, എനിക്ക് ഈ മലയിൽ ഒരു ആലയം വേണം. ഈ കർഷകൻ പറഞ്ഞു, അങ്ങ് ആരാണ്? അമ്മ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൻ്റെ കന്യകയാണ്. നീ പോയി മെത്രാനച്ചനോട് പറ, എനിക്കിവിടെ ഒരു ആലയം വേണം. അങ്ങനെ മെത്രാനച്ചൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഒരു ആലയം വേണമെന്ന്. മെത്രാനച്ചൻ ആകെപ്പാടെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, പ്രയാസപ്പെട്ടിരിക്കുകയാണ്. മെത്രാനച്ചൻ പറഞ്ഞു, പൈസയൊന്നുമില്ല, നിരാശപ്പെടുത്തണ്ട എന്ന് കരുതിക്കൊണ്ട് മെത്രാനച്ചൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് സ്വർഗത്തിൻ്റെ കന്യക തന്നെയാണ് എന്ന് തെളിവ് ചോദിച്ചു, അടയാളം കൊണ്ടുപോവാ. ഈ മനുഷ്യൻ വിചാരിച്ച്, ഞാനെന്തിനാ ഈ വയ്യാവേലിക്കൊക്കെ പോകുന്നു, ഈ പുലിവാല് പിടിക്കാൻ പോകണം, ഞാൻ അങ്ങോട്ടേ പോകുന്നില്ല. അതുകൊണ്ട് മറുവശത്ത് കൂടി, മലയുടെ എതിർവശത്ത് കൂടി വീട്ടിലേക്ക് പോകാൻ ഒരുമ്പെട്ടപ്പോൾ ദേ അവിടെ നിൽക്കുന്നു സ്വർഗത്തിൻ്റെ കന്യക. നീ പോയോ? പോയി. ചോദിച്ചു. എന്തു പറഞ്ഞു? അടയാളം വേണമെന്ന് പറഞ്ഞു. തരാമല്ലോ. ആ മനുഷ്യൻ്റെ പിഞ്ചിപ്പോകാറായ വസ്ത്രത്തിലേക്ക് അമ്മ പനിനീർ പുഷ്പങ്ങൾ വർഷിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോയി മെത്രാനെ കാണിക്കുക. ആ നാട്ടിൽ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത കാലമാണത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന കാലം. ഒരു പൂക്കൾ പോയിട്ടൊരു പുല്ല് പോലും മുളയ്ക്കാത്ത കാലത്ത് എങ്ങനെ ഈ പുഷ്പങ്ങൾ എവിടെ നിന്ന് കിട്ടി? മെത്രാനച്ചന് വിശ്വാസമായി. ഈ പൂക്കൾ മെത്രാനച്ചന് മുൻപിൽ കുടഞ്ഞിട്ടപ്പോൾ ഈ പിഞ്ചിപ്പോകാറായ ഈ പുതപ്പിൽ, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ചിത്രം. ആ മനുഷ്യൻ വിശ്വാസത്തിൻ്റെ ആരവം മുഴക്കി പറഞ്ഞു, ദേ ഈ അമ്മയാ എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. 500 വർഷങ്ങൾക്ക് ശേഷവും പ്രിയപ്പെട്ടവരെ, ആ വസ്ത്രം ഇന്ന് ഗാഡുലുപ്പെ എന്ന സ്ഥലത്ത് ദേവാലയത്തിൽ ഭിത്തിയിലുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നാസ ഈ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രഫിയൊക്കെ എടുത്ത് പഠനം നടത്തി. എന്താണ് കണ്ടതെന്നറിയാമോ? ആ കൃഷ്ണമണിയിൽ ഒരു മനുഷ്യരൂപം, വാൻഡിയാഗോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ രൂപം. അത് സൂം ചെയ്ത് കാണുമ്പോൾ ഈ മനുഷ്യൻ്റെ ചിത്രം നാസയ്ക്ക് കിട്ടി. വളരെ ഈ ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, തിന്മ എവിടെയൊക്കെ പ്രബലമാകുന്നോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മ ചാടിയിറങ്ങും. സ്വർഗത്തിൽ നിന്നവൾ ചാടിയിറങ്ങും. ആ നാട്ടിലെ കാട്ടുനീതി അന്യം നിന്നുപോയി. അവിടെ ധാരാളം കുമ്പസാരക്കൂടുകൾ ഒരുങ്ങി. 80 ലക്ഷത്തിൽ പരം ആളുകൾ മാനസാന്തരപ്പെട്ട സംഭവമാണ് ഗാഡുലുപ്പെ മാതാവിൻ്റെ സംഭവം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠം, എവിടെയൊക്കെ തിന്മ പ്രബലമാകുമോ അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും. അതിനാൽ വെളിപാടിൻ്റെ പുസ്തകം ഈ യുദ്ധത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയല്ലേ? സ്വർഗത്തിൽ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പക്ഷെ വിഷയം, മറ്റൊരടയാളവും കാണപ്പെട്ടു. സർപ്പമാണ്, 7 തലയുള്ള സർപ്പം. ഈ സർപ്പം കാത്തുനിന്നു. എന്തിനാണെന്നറിയാമോ? ഭൂമിയെ ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കാനുള്ള ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ വിഴുങ്ങണം. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിൻ്റെ ഈ പദ്ധതി വിജയം കണ്ടു. അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ കലിപൂണ്ട ഈ സർപ്പം കുഞ്ഞിനെ കിട്ടാതായപ്പോൾ, ഈ ലോകം തൻ്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയി എന്ന് കണ്ടപ്പോൾ, അവളോടുള്ള കലി തീർക്കാൻ അവൾക്കെതിരെ വാ തുറന്ന് ജലമൊഴുക്കി. ബൈബിളിൽ ജലത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ജലമെന്ന് വെച്ചാൽ വചനമെന്നാണ്. സർപ്പം വാ തുറന്ന് ജലമൊഴുക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, സർപ്പം നിരന്തരം അവളെ ഒഴുക്കിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും വാക്കുകൾ കൊണ്ട്. പക്ഷേ ബൈബിളിൽ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഭൂമി വാ തുറന്ന് അവളെ സംരക്ഷിച്ചു. ഈ ജലം, സർപ്പം ഒഴുക്കിയ ജലം വിഴുങ്ങി അവളെ സംരക്ഷിച്ചു. നമ്മളുടെ കടമ അതാണ്. എപ്പോഴൊക്കെ സർപ്പം
തുറന്ന് വാക്കുകൾ കൊണ്ട് അവൾ ഈ ഭൂമിക്ക് വേണ്ട എന്നൊരായിരം വട്ടം പറഞ്ഞാലും നമ്മൾ 10,000 വട്ടം തുറന്ന് പറയണം, അവളെ ഭൂമിക്ക് വേണം, അവൾ സ്വർഗത്തിൻ്റെ കന്യകയാണ്. കാരണം ഭൂമിയുടെ സകല അപരാധങ്ങൾക്കുമുള്ള സ്വർഗത്തിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് പരിശുദ്ധ അമ്മ. ആത്യന്തികമായിട്ട് ഈശോയാണ് കുരിശുമരണത്തിലൂടെ ലോകത്തെ രക്ഷിച്ചത്. പക്ഷേ സഹരക്ഷകയായ അമ്മ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നും നിരന്തരം നമ്മെ രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മറ്റ് സമുദായങ്ങളിൽ നിന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയുടെ കൃപയെ ധ്യാനിക്കുമ്പോൾ ഈ വാക്കാണ് ഉപയോഗിക്കുക, തായ്റെ കെക്കറിത്തോമനെ. തായ്റെ കെക്കറിത്തോമനെ ഈ വാക്കിൻ്റെ പൊരുളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു പാസ്റ്റ് ടെൻസ് ആണോ, അതൊരു ഭൂതകാലമാണോ, അതൊരു വർത്തമാനകാലമാണോ, അതൊരു വർത്തമാനകാലത്തിൻ്റെ തുടർച്ചയാണോ, ഇതെല്ലാം കൂടെ ചേർന്നൊരു വാക്കാണ്. വിശുദ്ധ ജെറോം ഈ വാക്ക് ലത്തീനിലേക്ക് വുൾഗാത്ത ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ലത്തീനിലേക്ക് വിവർത്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വല്ലാതെ കഷ്ടപ്പെട്ടു എന്നാണ് പറയുക. കാരണം ഈ വാക്കിന് തത്തുല്യമായൊരു വാക്ക് ലത്തീനിൽ കിട്ടിയില്ല. അദ്ദേഹം ഉപയോഗിച്ചത് ഗ്രാസിയ പ്ലേന എന്നൊരു വാക്കാണ്, നന്മ നിറഞ്ഞവളെ. എന്നാൽ ഈ ദൈവകൃപ, ഇതിൻ്റെ പിന്നിലൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? ഈ വാക്കിൻ്റെ പൊരുൾ ഇതാണ്: ദൈവം അനാദികാലം മുൻപേ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൽ നിന്ന് ഒഴുക്കി മറിയമെന്നുള്ള ഈ വ്യക്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവളിൽ ഈ കൃപ നിറഞ്ഞിട്ട്, ഈ കൃപ അവളിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് അനാദിയിൽ നിന്ന് അനന്തതയിലേക്ക് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചില സമുദായങ്ങൾ പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നുണ്ടെങ്കിലും ഈ കൃപ ഒഴുകി അമ്മയിൽ നിറഞ്ഞുവെന്നും ഈ അമ്മയിൽ നിന്ന് കൃപ നിറഞ്ഞുവെന്നും വിശ്വസിക്കുന്നു. പക്ഷേ തുടർച്ചയായ ഈ കൃപയുടെ ഒഴുക്ക് അവർ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധ കത്തോലിക്ക സഭ അനന്തതയിലേക്ക് അവളിൽ നിന്നൊഴുകുന്ന ഈ കൃപയിൽ വിശ്വസിക്കുന്നു. അതാണ് ഈ പ്രത്യക്ഷീകരണങ്ങൾ സഭയിൽ നടക്കുന്നതിൻ്റെ കാരണം. ഇന്നും കൂടെ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ ഇടപെടലുകളിൽ സഭ വിശ്വസിക്കുന്നതും ഏറ്റെടുക്കുന്നതും അതുമൂലം നരകത്തിൻ്റെ കൊമ്പൊടിയുന്നതിൻ്റെയും കാരണം ഈ കൃപ നിരന്തരം അനന്തതയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം. കാരണം എവിടെ തിന്മ പ്രബലമാകുന്നോ അവിടെ അമ്മയുടെ സാന്നിധ്യം വരാൻ സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നിരാശപ്പെടരുത്. യുവജനങ്ങളെ കണ്ട് ഇനിയും ഒരു രക്ഷയില്ല, കുഞ്ഞുങ്ങളെ കണ്ട് ഇനിയും എങ്ങനെ ഇവൻ രക്ഷപ്പെടും, ഇവൾ രക്ഷപ്പെടും, വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സ് മടുക്കരുത്. പരിശുദ്ധ അമ്മ ഈ വീട്ടിലിറങ്ങി വരാൻ പ്രത്യക്ഷീകരണങ്ങൾ കൊണ്ട് സാത്താൻ്റെ തല തകർക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിളിക്കണം, അമ്മയെ സഹായിക്കണം. അമ്മയുടെ സാന്നിധ്യം തിന്മയുടെ നാരകീയ ഉപദ്രവങ്ങൾക്കെതിരെ സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. പ്രിയപ്പെട്ട മക്കളെ, മറക്കരുത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു കാര്യം കൂടി കണ്ടുകൊണ്ട് നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് പരിശുദ്ധ അമ്മയെ ഉയർത്താൻ, ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി? പ്രിയപ്പെട്ടവരെ, വചനത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് അക്ഷരശ വിശ്വസിക്കുന്നതാണ് പരിശുദ്ധ അമ്മയെ ആദരിക്കാനുള്ള വഴി. അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും അമ്മയ്ക്കെതിരെയുള്ള പരിഹാസങ്ങളും അമ്മയ്ക്കെതിരെ നടത്തുന്നതായ വചനവിരുദ്ധമായ പ്രസ്താവനകളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് വചനത്തിൽ ഈശോയുടെ കൂടെ നടന്ന, ഈശോയുടെ മനസ്സ് മനസ്സിലാക്കി ആദിമസഭയുടെ പൾസറിഞ്ഞ മത്തായും മർക്കോസും ലൂക്കായും യോഹന്നാനും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പിടികിട്ടും പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ പദ്ധതിയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് രക്ഷാകര പദ്ധതി പൂർത്തിയാകില്ല എന്ന് നാം തിരിച്ചറിയും. പരിശുദ്ധ അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഒന്ന് ഇതാണ്: എന്തിനാണ് നമ്മുടെയൊക്കെ പള്ളികളിൽ അമ്മയുടെ ഈ ചിത്രങ്ങളൊക്കെ വെക്കുക? എന്തിനാണ് അമ്മയെ ബഹുമാനിക്കുക, ആദരിക്കുക? പരിശുദ്ധ കത്തോലിക്ക സഭയിൽ, മലങ്കര കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ആദ്യമേ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ മറ മാറ്റിക്കൊണ്ട് ആദ്യമേ പറയുന്ന വചനമാണ് കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും. അവളോടൊപ്പമാണ് ദിവ്യരക്ഷകനെ നമ്മൾ ആരാധിക്കുന്നത്. അവളെ ഒഴിവാക്കിക്കൊണ്ട് ഈ കുർബാന, ശ്രേഷ്ഠമായ ആരാധന ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അൾത്താരയിലേക്ക് നോക്കുക. ഈ അൾത്താരയിൽ ഈ മറ ഇങ്ങോട്ടാണ് മാറ്റുക,
ഈ മറ ഇടത്തേക്ക് മാറ്റുമ്പോൾ വലതുവശത്ത് ആദ്യമേ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ്. അമ്മ ഉണ്ണിയെ പ്രസവിച്ച ചിത്രം. അതിനുശേഷം രണ്ടാമത് നമ്മൾ കാണുന്ന ചിത്രം നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും. ഇതാണ് മലങ്കര കത്തോലിക്ക സഭയിൽ അമ്മയോടൊപ്പം വിശുദ്ധരോടൊപ്പമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് വചനവിരുദ്ധമല്ല, വചനത്തിൽ പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കണം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം, അവർ ആരാണെന്നറിയാമോ? ജ്ഞാനികൾ, വിവരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ. അവർ പൗരസ്ത്യ നാടുകളിൽ നിന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ, ജ്യോതിശാസ്ത്രജ്ഞന്മാർ, ഈ വിദ്വാൻമാർ, ഇവർ ദൈവത്തെ ആരാധിക്കാൻ വരികയാണ്. അവരെങ്ങനെയാണ് ആരാധിക്കുന്നത്? ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്, അവർ ഭവനത്തിൽ പ്രവേശിച്ച്, ആലയത്തിൽ പ്രവേശിച്ച് ശിശുവിനെ ആരോടൊപ്പം കണ്ടു? പരിശുദ്ധ അമ്മയോടൊപ്പം കണ്ട് ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇത് ചരിത്രം പറയാൻ വേണ്ടി മാത്രം എഴുതിയതാണോ? അങ്ങനെയെങ്കിൽ ഇത് ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ എഴുതിയാൽ മതിയായിരുന്നു. ഇതെൻ്റെയും നിൻ്റെയും ദൂതാണ്. നമ്മൾ അനുസരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധമാണിത്. അതുകൊണ്ടാണ് നാം ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം വെച്ച് വണങ്ങുന്നത്. അമ്മയോടൊപ്പം നമ്മൾ അവനെ ആരാധിക്കും. അതാണ് പിതാക്കന്മാർക്ക് കിട്ടിയ വെളിപാട്. അതിനാൽ അമ്മയോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നതിൽ തെറ്റില്ല. ഇതെല്ലാവരുടെയും ബൈബിളിലുള്ള കാര്യം തന്നെയാണ്. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷം അതിലും ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ 16-ാം തിരുവചനമാണ്. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ലൂക്ക പറയുകയാണ്, ആരെക്കുറിച്ചാണെന്നറിയാമോ? ആട്ടിടയന്മാരെക്കുറിച്ച്. അത്ര കണ്ട് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ മേന്മയൊന്നും പുറമേ നോക്കുമ്പോൾ ഇല്ലാത്ത ആളുകൾ, ദരിദ്രരാണ്, പട്ടിണിക്കോലങ്ങളാണ്, അവരിങ്ങനെ അലഞ്ഞു നടക്കുന്നവരാണ്. പക്ഷേ എന്നാലും അവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന രീതി എന്താണെന്നറിയാമോ? അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. പിന്നെ പറയുകയാണ് 20-ാം തിരുവചനം, തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അവർ തിരികെ പോയി. പ്രിയപ്പെട്ടവരെ, ഇവരും ദൈവത്തെ സ്തുതിച്ചത്, ആരാധിച്ചത് അമ്മയോടൊപ്പം, യൗസേപ്പ് പിതാവിനോടൊപ്പം. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ അമ്മയോടൊപ്പം വിശുദ്ധരോടൊപ്പം നമ്മൾ ഈ ആരാധനകൾ നടത്തുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഈ പിറന്നാളിൽ അമ്മയെ ഒരു പടി കൂടി ചേർത്ത് പിടിക്കാൻ ഏതെങ്കിലും സംശയങ്ങളോ ആരോപണങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥകളോ ഉണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് ഇതനുസരിക്കാനാണ്. ഇതെൻ്റെ ദൂതാണ്, എൻ്റെയും നിങ്ങളുടെയും സന്ദേശമാണ്. ഇത് വെറും ചരിത്രം പറയാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. ഇതനുസരിക്കുമ്പോഴാണ് ജീവൻ. ഈ വചനത്തോടുള്ള നമ്മുടെ തുറവിയാണ് നമുക്ക് ജീവൻ തരിക. അതിനാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠം, ആരാധന എവിടെ ഉയർത്തുന്നു? അമ്മയോടൊപ്പം ആരാധിക്കണം, വിശുദ്ധരോടൊപ്പം ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധാരാളം ആരോപണങ്ങളൊക്കെ നടത്തുന്ന പല മേഖലകളുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ഞാൻ ഈ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ച ഒരു സംഭവമുണ്ട്. തീർച്ചയായിട്ടും പുരോഹിതൻ എന്ന നിലയിൽ വൈദികരുടെ രാജ്ഞിയാണ്, വൈദികരുടെ അമ്മയാണ്, വൈദികർക്ക് സംരക്ഷണമാണ്, വൈദികരെ ചേർത്ത് പിടിക്കും, അമ്മ പൊതിഞ്ഞു പിടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വേണ്ടുന്നത്ര ഒരു മാതൃഭക്തി എന്നിൽ ഇല്ലായിരുന്നു എന്നത് സത്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ പ്രത്യക്ഷീകരണവും ഒരു ചെറിയ സുഗന്ധവും ഒരു ചെറിയ ഇടപെടലുകളുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ മെല്ലെ കൗതുകത്തിൻ്റെ പേരിൽ അതൊന്ന് കാണാൻ പോയി. അല്പം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ആളുകൾ ഈ അമ്മ എന്തുമാത്രം സ്നേഹിക്കുന്നു. ആ അമ്മയോടൊപ്പം ആയിരിക്കാനും, ജപമാല ഉയർത്താനും, ത്യാഗോജ്വലമായി കരങ്ങൾ വിരിച്ച് പിടിക്കാനും,
മുട്ടിന്മേൽ നിൽക്കാനും മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനും ഈ പാവപ്പെട്ട ജനം എന്തുമാത്രം തയ്യാറാകുന്നു. ഒരു കൊച്ചു വീട്ടിലാണ് ഈ സംഭവം നടക്കുക. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്ന് അല്പനേരം, വൈകുന്നേരമാണ്, രാത്രിയുടെ ഒരു യാമം കഴിഞ്ഞു, ഏകദേശം 9 മണി വരെ അവിടെ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മയുടെ ഈ അത്ഭുതം നടന്ന ഈ സ്റ്റാച്യു, ഇതുപോലൊരു സ്റ്റാച്യു എനിക്കൂടെ ഒന്ന് അനുവദിച്ചു തരാമോ? ഇതൊക്കെ ഒരു അതിമോഹമാണ് എന്ന് പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്റ്റാച്യു ഒക്കെ അനുവദിച്ച് കിട്ടാൻ വലിയ പാടാണ്. അത് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ആ വീട്ടുകാരോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു, അതെ അച്ഛാ, ഇതൊരു ഫൗണ്ടേഷനാണ്, റോസാ മിസ്റ്റിക്ക ഫൗണ്ടേഷൻ. ഇത് മുംബൈയിലാണ് ഇതിൻ്റെ ഏജൻസി. അവരൊക്കെ ഇത് പലർക്കുമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അച്ഛൻ അവരോട് നേരിട്ട് ചോദിക്കണം. അങ്ങനെ ഞാൻ അവർക്കൊരു എഴുത്തൊക്കെ എഴുതി. അവിടുത്തെ ഇൻചാർജുള്ള ബ്രദറിനോട് പറഞ്ഞു, എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്. കൃത്യം മറുപടി വന്നു, ഇതുപോലുള്ള 200-ൽ പരം അച്ഛന്മാർ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കുക. അതോടുകൂടി എൻ്റെ ആവേശമൊക്കെ അങ്ങ് പോയി. എനിക്കിങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്ന ഈ സ്റ്റാച്യു ഒക്കെ അനുവദിച്ച് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ ഏതെങ്കിലും കടയിൽ പോയൊരു സ്റ്റാച്യു വാങ്ങിക്കുകയുള്ളൂ രക്ഷ. അങ്ങനെ ഇരിക്കുമ്പോൾ 1 മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്ക് വീണ്ടും ഒരു ഫോൺ, അമ്മയുടെ ഒരു സന്ദേശം കിട്ടി. അത് ഒരു ബെന്നി അച്ഛന് ഈ സ്റ്റാച്യു അനുവദിച്ചു കൊടുക്കാൻ അമ്മ തയ്യാറായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആവേശത്തോട് പറഞ്ഞു, അത് ഞാൻ തന്നെയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ 4 ബെന്നി തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ബെന്നി അച്ഛൻ ധ്യാനകേന്ദ്രം നടത്തുന്ന ബെന്നി അച്ഛനാണ്. അതുകൊണ്ട് അച്ഛന് കിട്ടാൻ അച്ഛൻ വീണ്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതോടുകൂടി എൻ്റെ ആവേശം അല്പം ഉണർന്നതായിരുന്നു. അത് പിന്നെയും മങ്ങി. കാരണം ധ്യാനകേന്ദ്രം നടത്തുന്ന ബെന്നി അച്ഛന് കിട്ടാനേ സാധ്യതയുള്ളൂ. അന്നത്തെ എൻ്റെ കണക്ക് കൂട്ടലുകളും എൻ്റെ അമ്മയോടുള്ള ബന്ധത്തിൽ അത്ര കണ്ട് ഒരാഴവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ വിസ്മയപ്പെടുത്തിക്കൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും അമ്മയുടെ സന്ദേശം വന്നു. പാവപ്പെട്ടൊരിടവകയിലിരിക്കുന്ന ബെന്നി ഇന്ന സ്ഥലത്തെ ബെന്നി ഈ സ്റ്റാച്യു, അതും ഈ അത്ഭുതം നടന്ന വീട്ടിലെ സ്റ്റാച്യു അനുവദിച്ചു കൊടുക്കുക. ഞാൻ ആ വീട്ടിൽ പോയി ആവേശത്തോടെ ഈ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. ആ വീട്ടിലെ ആളുകളൊക്കെ മരണ വീട്ടിൽ നിൽക്കുന്ന കണക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രിയപ്പെട്ട ഒരാൾ പടിയിറങ്ങിപ്പോകുന്നത് പോലെ. പ്രിയപ്പെട്ടവർ, അന്ന് മുതൽ ഇന്ന് വരെ ഈ അമ്മ എൻ്റെ മുറിയിലുണ്ട്. ഏത് പള്ളിയിൽ ട്രാൻസ്ഫറായി പോയാലും ആ പള്ളിയിൽ ഈ അമ്മയും കൊണ്ട് ഞാൻ പോകും. ആദ്യമേ ചെന്നിറങ്ങുന്നത് ഈ അമ്മയോടൊപ്പം ഞാൻ അവിടെ എൻ്റെ മുറിയിൽ അമ്മയ്ക്കൊരു ഇരിപ്പിടം ഒരുക്കിയിട്ട് എൻ്റെ കിടക്ക പോലും ഞാൻ ഒരുക്കുകയുള്ളൂ. അങ്ങനെ ഈ അമ്മയോടൊരു ബന്ധം ആഴപ്പെടാൻ തുടങ്ങി. മെല്ലെ ഈ അമ്മയോട് എല്ലാം ചോദിച്ചിട്ട് ചെയ്യാനും, അങ്ങനെ ഈ അമ്മ തുടക്കം മുതൽ ഒടുക്കം വരെ എൻ്റെ കൂടെ നടക്കുന്ന ഒരമ്മയായി മാറുകയും ചെയ്തു. ഇതൊരു സാക്ഷ്യമാണ്. ഇത് ലോകത്തോട് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം അമ്മ എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ, നിന്നെ ഞാൻ പൂർണ്ണമായി ക്രിസ്തുവിൻ്റേതാക്കാനാണ് ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായി ഞാൻ ക്രിസ്തുവിൻ്റേതാകുന്നത് വരെ അമ്മയ്ക്ക് വിശ്രമമില്ല. അതേ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചുമുള്ള അമ്മയുടെ പദ്ധതി. ഇന്ന് അമ്മയുടെ പിറന്നാൾ ദിവസമാണ്. അമ്മയെ കൂടെ കൊണ്ട് നടക്കാൻ, അമ്മയുടെ കരം പിടിക്കാൻ, അമ്മയുടെ നീലക്കാപ്പായിൽ നമ്മുടെ ജീവിതങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അമ്മയെ അനുവദിക്കണം. നമുക്ക് ഈ ആരാധനയിൽ നമ്മൾ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി, മരണാസന്നരായ ആളുകൾക്ക് വേണ്ടി സഭയുടെ പ്രേക്ഷിത ദൗത്യം ഈ ആത്മാക്കളുടെ രക്ഷയാണ്. അമ്മയോട് പറയണം, പ്രാർത്ഥിക്കണം, അമ്മേ എനിക്കൊരു ആത്മഭാരം തരണമേ അമ്മേ. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചൊരു ആത്മഭാരം തരണമേ അമ്മേ. അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താനും കണ്ണീർ പൊഴിക്കാനും രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും പരിഹാരത്തിൻ്റെ അരൂപിയോടുകൂടി പ്രാർത്ഥിക്കാൻ അമ്മ സഹായിക്കണമേ. അങ്ങനെ ആത്മാക്കളെ നേടിയെടുക്കാൻ അമ്മ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആരാധനയ്ക്കായി ഒരുങ്ങാം.
സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്മേൽ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്മേൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്മേൽ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ ഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലതിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലതിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവമേ, ഞങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങളെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ ദിനം ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ദിനം. സ്വർഗമൊരുക്കിയ കന്യകയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണവൾ. തായിറെ കെക്കറിത്തോമനെ അനാദികാലം മുൻപേ ദൈവം കൃപയൊഴുക്കിയവൾ. കാലങ്ങൾക്ക് മുൻപേ ദൈവത്തിൻ്റെ അനന്തതയിൽ നിന്ന് കൃപയൊഴുകി ഒഴുകി ഒഴുകി അവളിലേക്ക് വന്നുവെന്ന്, അവളിൽ വന്ന കൃപ നിറഞ്ഞു,
ദൈവകൃപ നിറഞ്ഞവൾ. അവളിൽ നിന്ന് ആ കൃപ കവിഞ്ഞൊഴുകുന്നു അനന്തതയിലേക്ക്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണങ്ങളെല്ലാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തിന്മ എവിടെയൊക്കെ തലപൊക്കുമോ അവിടെയെല്ലാം വന്ന് അവൻ്റെ തല തകർക്കുന്നത്. അതിനാൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് അറിയാവുന്ന ഗാനം, അമ്മേ അമ്മേ തായേ, അമ്മയ്ക്ക് ഏക മകനെ ഞങ്ങൾ ആരാധിക്കുന്നു, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപ്പമായവനെ അമ്മയോടൊപ്പം ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് തളരുമ്പോഴും ഞങ്ങൾ ആരാധിക്കുന്നു. കാരണം അമ്മയെ ഞങ്ങൾക്ക് നൽകിയവൻ അവനാണ്. അമ്മയോടൊപ്പം ഞങ്ങൾ മക്കൾ അങ്ങേ സ്തുതിക്കുന്ന ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗം സകല ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. സകല ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ സഹായം യാചിച്ച് നാം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനത്തിൻ്റെ ശക്തിയാൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അധികാരമുള്ള വചനത്തിൻ്റെ ശക്തിയാൽ നാം ഈ ആരാധനയിൽ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ അമ്മേ തായ്, അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ്, അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ്, അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായ്, അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നോനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നോനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായ്, അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ്, കൈയും മെയ്യും തളരുമ്പോൾ, അമ്മേ അമ്മേ തായ്, കൈയും മെയ്യും തളരുമ്പോൾ കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായ്, അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധന മാതാവേ, ആരാധന. മനസ്സ് തളരുമ്പോ, വേദനകൾ പെരുകുമ്പോ അങ്ങയുടെ കുരിശിലേറ്റ മകനെ കണ്ടുകൊണ്ട് അമ്മയോടൊപ്പം അവനെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് അനന്ത മഹിമയുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സകല ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനം യെശയ്യായുടെ പുസ്തകം 22:22. എല്ലാ കെട്ടുകളും അഴിക്കുന്ന, എല്ലാ ബന്ധനങ്ങളും തകർക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള വചനമാണ് യെശയ്യാ 22:22. നമുക്ക് ആ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് സകല ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരണാസന്നരായ ആത്മാക്കളെ സമർപ്പിക്കാം, ശുദ്ധീകരാത്മാക്കളെ സമർപ്പിക്കാം, കഠിന പാപത്തിലകപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ സമർപ്പിക്കാം. എല്ലാ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിത്യതയുടെ ഭാഗ്യത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് വചനമേറ്റു പറയാം. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സകല ആത്മാക്കളുടെ മേൽ അധികാരമുള്ള ഈശോയിൽ വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടി ഉച്ചത്തിൽ സ്തുതിക്കാമോ? സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ പരിശുദ്ധമായ ദിവസം, അമ്മയുടെ പിറന്നാൾ ദിവസം, അമ്മയുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഈ 8 ദിവസവും
വ്രതശുദ്ധിയോടെ ഉപവാസത്തോടെ ജപമാല ഉയർത്തി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട മക്കളോട് കരുണ ചൊരിയുവാൻ, ആത്മാക്കളോട് കരുണ ചൊരിയുവാൻ, ഇവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് കരുണ ചെയ്യുവാൻ മനസ്സാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. 100,000-ൽ പരം പ്രബന്ധങ്ങൾ, ഗവേഷണങ്ങളും അവളെക്കുറിച്ചുണ്ട് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അവളുടെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നത് മാത്രമല്ല, നിരന്തരം അവൾ നമ്മളോടൊപ്പം ചേർന്ന് നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കൂടെ കൂടെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ കൂടെ നടന്ന് സുഗന്ധം നൽകുന്നു. വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ വിടുതലിനു വേണ്ടിയും നമ്മളുടെ സമാധാനത്തിന് വേണ്ടി നിരന്തരം നമ്മളോടൊപ്പമുണ്ട്. അമ്മയെ നമുക്ക് തന്ന ഈശോയെ നമുക്ക് ഒരിക്കൽ കൂടി ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി ഈ ഗാനം ആലപിച്ച് നമുക്ക് നന്ദി പറയാം. റോസാ 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 മാതാവേ, റോസാ 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 മാതാവേ, റോസാ 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 മാതാവേ, റോസാ 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 മാതാവേ. ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി മരിയൻ പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ ഉണർത്താം. പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ, ദൈവകൃപ നിറഞ്ഞവളേ, ദൈവകൃപ നിറഞ്ഞവളേ, അങ്ങേക്ക് സമാധാനം. അങ്ങേക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് നിന്നോടുകൂടെ. ആത്മശരീര മനസ്സുകളിൽ ആത്മശരീര മനസ്സുകളിൽ നഷ്ടമായ കൃപകൾ വീണ്ടെടുക്കുവാൻ നഷ്ടമായ കൃപകൾ വീണ്ടെടുക്കുവാൻ കൃപ നിറഞ്ഞ മാതാവേ, കൃപ നിറഞ്ഞ മാതാവേ, അങ്ങേ പക്കൽ ഞങ്ങളിതാ ഓടി വരുന്നു. ഞങ്ങളിതാ ഓടി വരുന്നു. ആദിയിൽ ദൈവം അരുളി ചെയ്തു, ആദിയിൽ ദൈവം അരുളിച്ചെയ്തു, സ്ത്രീയും നീയും തമ്മിലും സ്ത്രീയും നീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. നിന്റെ തല തകർക്കും. നീ സാത്താന്റെ ശത്രുവായിരിക്കുന്നതിനാൽ നീ സാത്താന്റെ ശത്രുവായിരിക്കുന്നതിനാൽ പാപങ്ങളെയും ആസക്തികളെയും ക്ഷീണത്തെയും രോഗങ്ങളെയും തടസ്സങ്ങളെയും പരാജയങ്ങളെയും അപകടങ്ങളെയും മരണങ്ങളെയും ദുഃഖങ്ങളെയും നിരാശകളെയും നഷ്ടങ്ങളെയും തകർച്ചകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ആട്ടിയകറ്റുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ നാമത്തിൽ അമ്മയുടെ സൈന്യത്തിൽ അണിചേർന്ന് സാത്താന്റെ തല തകർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയോടൊപ്പം ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദൈവമേ നന്ദി, നന്ദി, നന്ദി. ദൈവമേ ആരാധന. അമ്മയെ ഞങ്ങൾക്ക് തന്നതിന്, അമ്മയുടെ ഈ പിറന്നാൾ ആഘോഷിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന്, അമ്മയുടെ ഈ പിറന്നാളിൽ സന്തോഷിക്കുന്ന സകലരോട് ചേർന്ന് അമ്മയ്ക്ക് സമ്മാനങ്ങൾ ഒരുക്കിയ, ആത്മീയ സമ്മാനങ്ങൾ ഒരുക്കിയ സകലരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നു.
ഹല്ലേലൂയ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാം സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാം സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിത്യതയിൽ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. സ്വർഗത്തെക്കുറിച്ചൊരു വിചാരം നമുക്കുണ്ടാകുക, സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ചൊരു പ്രകാശം നമ്മളിൽ ഉണ്ടാകുക. അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ പിറന്നാളിൽ അമ്മയുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തരുന്നതും അതാണ്. അതിനാൽ നമ്മളിപ്പോൾ എല്ലാ ആത്മാക്കളും നിത്യതയിലെത്താൻ, സ്വർഗത്തിലെത്താൻ ആഗ്രഹിച്ചുകൊണ്ട് സകല ആത്മാക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയുടെ രക്ഷാകരമായ കുരിശുമരണത്തിൽ ശരണപ്പെട്ടുകൊണ്ട് സകല ആത്മാക്കളെ മോചിപ്പിച്ചെടുക്കണമേ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഏകരക്ഷകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മേ, സഹരക്ഷകയായി ഉയർത്തിയവനെ, ഞങ്ങളുടെ സഭയ്ക്ക് അങ്ങ് നൽകിയ അമ്മ സഹായത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന കുരിശുമരണത്തിലെ രക്ഷയെ ലോകത്തിന്റെ അതിർത്തികളോളം പങ്കുവെക്കുവാൻ പരിശുദ്ധ അമ്മയുടെ നിത്യസഹായം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഓ പരിശുദ്ധ അമ്മയുടെ അനന്ത സഹായത്തിൽ ശരണപ്പെട്ടും ആശ്രയിച്ചു ഈ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സകല ആത്മാക്കളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. സകല ആത്മാക്കളുടെയും രക്ഷയ്ക്കായി പരിശുദ്ധ അമ്മയുടെ സഹായം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ജീവന്റെ തുറമുഖത്ത് ഞങ്ങൾ ഒരുമിച്ച് കാണപ്പെടുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആശീർവദിക്കണമേ. നിത്യതയിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധ അമ്മയുടെ നിത്യസഹായം ഞങ്ങൾക്കുണ്ടാകണമേ. മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കോട്ടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ത്യാഗപ്രവൃത്തി പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ 8 പേരോട് സംസാരിക്കണം. ഇത് 8 നോമ്പാണ്. ഈ 8 ദിവസവും നമ്മൾ പ്രത്യേകം നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ നൽകിയ പാരസ്പര്യത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് നാം തിരിച്ചറിഞ്ഞു. പരിശുദ്ധ അമ്മ നൽകുന്ന ദിശാബോധത്തെക്കുറിച്ച്, ദൗത്യബോധത്തെക്കുറിച്ച് അമ്മ നമ്മെ പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ക്രിസ്തീയ ആനന്ദത്തെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ സകല രോഗികൾക്കും ഞെരുക്കം അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ആന്തരിക മുറിവേറ്റവരെ സൗഖ്യപ്പെടുത്തി അഭിഷേകം പ്രാപിക്കുവാൻ നമ്മെ സ്വർഗം സഹായിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ഇന്നീ ദിവസം അമ്മയുടെ കരം പിടിച്ച് നടക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. നിരന്തരം നിത്യതയോളം മരണം വരെ, മരണത്തിന് ശേഷവും അവൾ നമുക്ക് കൂട്ടായി, താങ്ങായി, തണലായി ഉണ്ടാകും. അവൾ നമ്മുടെ അമ്മയാണ്. അതിനാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് 8 പേരോട് നമുക്കൊന്ന് സംസാരിക്കാനും ഈ ത്യാഗപ്രവൃത്തി ഏറ്റെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ പിറന്നാൾ സ്വർഗം സന്തോഷിക്കുന്ന ഈ ദിനം സകല വിശുദ്ധരും മാലാഖമാരും, അമ്മയെ ഉയർത്തിയ സകല വിശുദ്ധരും, തിരുസഭ ഇന്നേ ദിവസം സന്തോഷിക്കുന്ന സകല ശുശ്രൂഷകളും, പ്രത്യേകിച്ച് ഇന്ന് അവളുടെ നാമത്തിൽ അർപ്പിക്കപ്പെട്ട 5 ലക്ഷം പരിശുദ്ധ കുർബാനകളും, അതോടൊപ്പം
നടത്തപ്പെട്ട സകല ത്യാഗപ്രവൃത്തികളും നമുക്കും നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ ഇടവകകൾക്കും ദേശത്തിനും തിരുസഭയ്ക്കും കോട്ടയായി തീരട്ടെ. അതിനാൽ ഈ ഇരടികളോട് ചേർന്ന് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ, സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ, നിൻ വേദനയിൽ നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും എൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തിൽ നീരു നൽകാം. ഇതാ ഇതാ നിന്റെ അമ്മ. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം. മക്കളെ തേടിയിറങ്ങുന്ന ഒരമ്മയുണ്ട്, നമുക്ക് ചുറ്റും നടക്കുന്ന ഒരമ്മയുണ്ട്, സ്നേഹം നൽകാൻ വെമ്പുന്ന ഒരമ്മയുണ്ട്. പ്രത്യക്ഷങ്ങൾ നൽകുന്നതും കണ്ണുനീർ തൂകി കരയുന്നതും രക്തമൊഴുക്കി കേഴുന്നതും പാപം വെടിയാൻ നിരന്തരം പറയുന്നതും ഈ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. ഒരിക്കൽ കൂടി ചേർന്ന് പാടി ഈ വിശ്വാസത്തിൽ ഉറയ്ക്കാം. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാം, നിന്റെ തകർച്ചയിൽ ഒന്നു ചേരാം, നിന്നെ താരാട്ടു പാടിയുറങ്ങാം. ഇതാ ഇതാ നിന്റെ അമ്മ. തേനും പാലും ഒഴുക്കുന്ന അമ്മ, വാത്സല്യം നൽകുന്ന അമ്മ, സ്നേഹത്തോടെ ചുംബനമേകുന്ന ഒരമ്മ, സുഗന്ധം നൽകി, സ്വർഗത്തിൻ്റെ സുഗന്ധം നൽകി നിരന്തരം എൻ്റെ ഹൃത്തിൽ നിറയുന്ന പരിശുദ്ധ അമ്മ, അഭിഷേകത്താൽ എന്നെ തഴുകുന്ന അമ്മ. ഇങ്ങനെ ഒരു അമ്മയുണ്ട്. ഇതാ ഇതാ നിന്റെ അമ്മ. ചേർന്ന് പാടാം. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. ഒരിക്കൽ കൂടി ആ ഗാനം പാടി പ്രാർത്ഥിക്കാം. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ, പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ, പാപച്ചേത്തിൽ നീ പിടയുമ്പോൾ സ്വാന്തനമേകാ നിൻ കണ്ണീരുപ്പ, നിന്നെയെന്നും മാറോട് ചേർക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ, വിശ്വാസത്തോടെ ഇതാ ഇതാ നിന്റെ അമ്മ. സകല പകയും ആദിയും അകറ്റുന്ന പരിശുദ്ധ അമ്മ, ഇതാ നിന്റെ സകല കുറ്റബോധങ്ങളും മാറ്റുന്ന പരിശുദ്ധ അമ്മ, സകല അപകർഷകതകളും അകറ്റുന്ന പരിശുദ്ധ അമ്മ, ആത്മധൈര്യമുണർത്തുന്ന എൻ്റെ അമ്മ, എൻ്റെ വ്യാകുലങ്ങളെല്ലാം മാറ്റുന്ന, നഷ്ടബോധം മാറ്റുന്ന എൻ്റെ അമ്മ, എൻ്റെ സംശയങ്ങൾ പാടെ മാറ്റുന്ന എൻ്റെ അമ്മ, പുതിയൊരു ലക്ഷ്യം എനിക്ക് നൽകുന്ന എൻ്റെ അമ്മ, എൻ്റെ വൈരവും വെറുപ്പും അകറ്റുന്ന അമ്മ, ക്ഷമ നൽകി ശക്തി നൽകി ആശ്വസിപ്പിക്കുന്ന അമ്മ, എൻ്റെ മൂകതകളെ മാറ്റുന്ന അമ്മ, എൻ്റെ ഉള്ളിൽ തേജസ് നിറയ്ക്കുന്ന അമ്മ, എൻ്റെ ഭാരങ്ങൾ നീക്കുന്ന അമ്മ, എൻ്റെ പീഡകളും ദുഃഖങ്ങളും അകറ്റുന്ന അമ്മ. വിശ്വസിക്കണം, ഇങ്ങനൊരമ്മ നിനക്കുണ്ട്. സർവഭയങ്ങളും മാറ്റുന്ന അമ്മ, രോഗഭീതി അകറ്റുന്ന അമ്മ, നിരാശകൾ പാടെ മാറ്റുന്ന അമ്മ, പുതിയ ജീവൻ നൽകുന്ന അമ്മ. ഈ അമ്മ നമുക്ക് ചുറ്റും ഓടി നടക്കുകയാണ്. തിന്മയുടെ തല തകർത്തെന്നെ വീണ്ടെടുക്കാൻ എന്നോടൊപ്പമുള്ള ഈ അമ്മ. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടി ഈ ഇരടികളിൽ വിശ്വാസമർപ്പിക്കാം. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേ
പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാക്കും വിടുന്നു. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാക്കും വിടും. ആശീർവാദ സമയത്ത് പരിശുദ്ധ അമ്മയുടെ പിറന്നാളിന്റെ എല്ലാ നൽവരങ്ങളും സ്വർഗം ഇപ്പോൾ വർഷിക്കുമ്പോൾ കരങ്ങൾ കൂപ്പി ശിരസ് വണങ്ങി അതെല്ലാം സ്വീകരിക്കാൻ ഒരുങ്ങാം. ഈ 8 ദിവസവും ശക്തമായ അഭിഷേകം പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ടതിന് നന്ദി പറയാം. ഷാലോം TV പ്രേക്ഷകരെ, ഈ പ്രേക്ഷിത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ശക്തമായി സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ തിരുസഭയും അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിനോടുള്ള ഇന്നത്തെ പ്രാർത്ഥന. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെ നാഥയായ മറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ.